നമ്മൾ കൺസിസ്റ്റൻസി ചാലഞ്ച് അനൗൺസ് ചെയ്തിട്ട് ഇന്നത്തെ ആദ്യത്തെ ദിവസമാണ്. ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ എപ്പോഴും മധുരം കഴിക്കണം എന്നല്ലേ? സോ ഒരു ചായ കുടിച്ചങ്ങ് തുടങ്ങാം. ഇന്ന് ടു ഡു ലിസ്റ്റൊക്കെ എഴുതി ഒട്ടിക്കാൻ നോക്കിയപ്പോഴാണ് ഒരു അബദ്ധം പറ്റിയത് ഞാൻ തിരിച്ചറിഞ്ഞത്. അതെ, ഞാൻ എഴുതിയിരിക്കുന്നത് തല തിരിച്ചാണ്. എന്തായാലും ഏത് കാര്യത്തിന് പുറപ്പെട്ടാലും ഇതാണ് അവസ്ഥ. സോ തല തിരിച്ച് സ്റ്റിക്ക് ചെയ്യാം. 21 ഡേയ്സ് ഈ ടോപ്പിക്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ അതിനുശേഷം ഞാൻ എൻ്റെ ഫസ്റ്റ് ലോട്ടിലോട്ട് പോയി സെക്ഷണൽ ടെസ്റ്റാണ് എടുക്കുന്നത്. ഒരു 2.5 ഹവേഴ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. സോ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1.5 ഹവേഴ്സിൻ്റെ അടുത്തൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആയി. അതിനിടയ്ക്ക് എനിക്ക് തന്നെ തോന്നി ഈ ടെസ്റ്റ് സ്കിപ്പ് ചെയ്താലോ മതി എന്നൊക്കെ. ബട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു വാശിപ്പുറത്തിരുന്നതാണ്. ബട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത്രയ്ക്കും ബേൺ ഔട്ടായിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ പഠിച്ചതും ടെസ്റ്റിൽ വന്ന ക്വസ്റ്റ്യനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ എന്ന്. അതിനുശേഷം ഞാൻ ക്ഷീണിച്ച സ്ഥിതിക്ക് കുറച്ച് ഫുഡാവാം എന്ന് കരുതി ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കാൻ പോയി. പിന്നെ ചെറുതായിട്ടൊന്ന് ഉറങ്ങി, ബിക്കോസ് ഞാൻ അത്രയ്ക്ക് ബേൺ ഔട്ടായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു 4:30ക്കാണ് ഞാൻ അടുത്ത സ്ലോഡ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാനുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസിൻ്റെ അനലൈസിസ് ഒക്കെ കണ്ട് എനിക്ക് തോന്നുന്നു ഒരു 6:30 വരെ ഞാൻ പഠിച്ചു. അതിനുശേഷം ബ്രേക്ക് എടുത്തു. പിന്നെ എനിക്ക് കുറച്ച് പൊളിറ്റി ലെക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ബിക്കോസ് നാളെ ഞാൻ എടുക്കാൻ പോകുന്ന ടെസ്റ്റ് പൊളിറ്റിയുടെയാണ്. സോ ഒന്ന് റിവിഷൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇന്നിരുന്ന പോലെ ഒരു അന്തം കുന്തം ഇല്ലാതെ ഇരിക്കേണ്ടി വരും. സോ അതിനുശേഷം എനിക്ക് ഇന്ന് പഠിച്ച ടോപ്പിക്സ് ഒന്നുകൂടി ഒന്ന് കൺസൾട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്റ്റീവ് റിക്കോളിന് വേണ്ടിയിട്ട് ഞാൻ ChatGPT യൂസ് ചെയ്തു കേട്ടോ. പ്ലാൻ ചെയ്ത കംപ്ലീറ്റ് കാര്യങ്ങളും ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല. ബിക്കോസ് രാവിലത്തെ ടെസ്റ്റ് എൻ്റെ ഒരുവിധ സമയമൊക്കെ എടുത്തു. പക്ഷേ ചെയ്ത കാര്യങ്ങളൊക്കെ അത്യാവശ്യം പ്രൊഡക്റ്റീവായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. അതായത് ചെയ്ത കാര്യങ്ങൾക്ക് അത്യാവശ്യം ഔട്ട്പുട്ട് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ടെസ്റ്റ് എടുക്കാൻ നമ്മൾ മടിക്കും തോറും നമുക്ക് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ഇല്ലാതാവും. സോ ഇടയ്ക്കൊക്കെ ഒരു ടെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. സോ നാളെ കാണാം. അതുവരേക്കും ബൈ.